ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാപ്പിക്കുട്ടി ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ പാപ്പി ഉറങ്ങി എണീക്കാൻ വൈകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രോഷിയൊക്കെ സ്കൂളിൽ പോയി, അച്ഛൻ കടയ്ക്കും പോയി. അപ്പോൾ ഞാൻ രാവിലെ പുട്ടാണ് ഉണ്ടാക്കി, അതൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ചോറ് വെച്ച ഉച്ചക്കിലേക്കും വൈകുന്നേരത്തേക്ക് ആയില്ല എന്ന് വെച്ചിട്ട് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് നമ്മുടെ തൊടിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ വൃത്തിയാക്കിയെടുത്ത് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയും പരിപ്പും കൂടി കറി വയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഒരു 3 വിസിൽ വന്നിട്ടും പരിപ്പ് വെന്തില്ല. പിന്നെ ഒരു വിസിൽ കൂടി വന്നതിന് ശേഷമാണ് പരിപ്പ് വെന്തത്. അപ്പോൾ ഈ പരിപ്പിൽ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് പരിപ്പ്. ഉപ്പിടില്ല, കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും പരിപ്പും ഇട്ടിട്ട് 2-3 വിസിൽ വരുത്തിക്കും. അത് കഴിഞ്ഞ ശേഷം വിസിലെടുത്ത ശേഷം മുളക് പൊടിയും ഇത്തിരി മുളക് പൊടി ഇത്തിരി ഇടുകയുള്ളൂ. പിന്നെ ഇത്തിരി 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് നമ്മുടെ മുരിങ്ങ ചാറൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഇലയൊക്കെ ഇങ്ങനെ കഴുകിയെടുത്ത് അതിലേക്ക് ഇടും. അങ്ങനെ കടുക് പൊട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അതിൽ എല്ലാം ആയി വരുന്ന സമയത്ത് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കാറുള്ളത്. കടുക് പൊട്ടിക്കില്ല കേട്ടോ മുരിങ്ങയിൽ. നിങ്ങളെങ്ങനെ വയ്ക്കുമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഞാനെപ്പോഴും ഇങ്ങനെ വയ്ക്കാറുള്ളൂ. അപ്പോൾ ഒന്നിൽ മുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ കാന്താരി മുളകൊക്കെ ഉണ്ടല്ലോ, അതിനെ ചതച്ചിട്ട് നമ്മൾ മുളക് പൊടിക്ക് പകരം അത് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ കറി വയ്ക്കാനൊക്കെ കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യുക. പൊടിയുപ്പുണ്ട്, അത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ആവശ്യത്തിനോ അങ്ങനെ എന്തെങ്കിലും മാത്രം എടുക്കുകയുള്ളൂ. അല്ലാത്ത ഇരിക്കുന്ന സമയത്ത് കല്ലുപ്പ് തന്നെ എടുക്കുക. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയി എടുക്കണ്ടേ എന്നുള്ളൊരിതിൽ കല്ലുപ്പ് എടുത്തിടാറുമുണ്ട്. നമ്മുടെ പാപ്പി വെള്ളം കുടിച്ചെറിഞ്ഞതാണ്. ഞാനിവിടെ വോയിസ് ഓവർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്നും വീഡിയോസ് ഇടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുമല്ലേ. ചായ തന്നില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തെറിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയി. അപ്പോൾ പാപ്പിക്കുട്ടി ഉറങ്ങി എണീറ്റ് പല്ലൊക്കെ തേച്ച്, എന്താ പാപ്പി, പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുന്ദരി വാവിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പാപ്പിക്ക് നമ്മൾ ഇങ്ങനെ മുരിങ്ങക്കറിയോ ചീരക്കറിയൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ മുരിങ്ങ പറിക്കണ അവിടെ നിന്ന് എനിക്കൊരു ഒരു തണ്ട് ചീരയും കിട്ടി. അപ്പോൾ അത് വേസ്റ്റ് കളയുണ്ടാവുന്ന അതും എടുത്ത് ഇതിൽ കൂടെ ഇട്ടു. അത് തനിയായി കിട്ടിയാലും അത് വെക്കാനും പറ്റില്ല. അപ്പോൾ അത് വെക്കാനും പറ്റില്ല. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അതിൽ കൂടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാപ്പിക്ക് നല്ല ഇഷ്ടമാണ് ചീരക്കറി. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കും വൈകുന്നേരത്തേക്കൊക്കെ ഇത് തന്നെ ആയിരിക്കും. രോഷി സ്കൂളിൽ പോയല്ലോ, രോഷിക്കും ഇങ്ങനെയൊക്കെ വെച്ച് അവൾ കറിയൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ രാവിലെ 7 മണിക്ക് തന്നെ പോയി, വന്നിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ടാകാനൊന്നും വരില്ല, ഹോട്ടലല്ലേ. അപ്പോൾ പിന്നെ തീരെയും വരില്ല, കഴിക്കാൻ വരില്ല, അവിടെ തന്നെ ആയിരിക്കും. അതിനിടയിൽ കൂടെ ഡ്രൈവിംഗ് ക്ലാസ്സിനും പോകുന്നുണ്ട് കേട്ടോ. ഇന്നലെ അലക്കി വെച്ച പാപ്പിൻ്റെ ഡ്രസ്സുകളാണ്. എത്ര ഡ്രസ്സുകൾ ഒരു ദിവസത്തേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം എത്ര ഡ്രസ്സ് പാപ്പിക്കുട്ടി മാറ്റി ഇടേണ്ടതെന്ന്. ഓരോ പ്രാവശ്യവും മൂത്രം ഒഴിച്ചിട്ടും അങ്ങനെ വെള്ളം കുടിച്ച് നനച്ചിട്ടും അങ്ങനെ മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ. അതിൽ 2-3 ഡ്രസ്സ് ഞാൻ എടുക്കാൻ മറന്നും പോയി. ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് മറന്നു പോയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പാപ്പി എത്ര ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ആൾ കഴിച്ചത് ആ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് വേറെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് തുണി വീശി കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇന്നത്തെ ഡ്രസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ആ കൈയോടെ തന്നെ സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് അലക്കിയെടുത്ത് ഉണങ്ങാൻ കൊണ്ടിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, അതും കൂടി ചെയ്യുക, അല്ലെങ്കിൽ പിന്നെയും കൂടുതലാവുമല്ലോ എന്ന് വെച്ചിട്ട് അതുകൂടി ചെയ്തതാണ്. പിന്നെ നമ്മുടെ പാപ്പി വാശിയൊക്കെ മാറ്റി അങ്ങനെ തുണി വീശി കളിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന് ഇവൾക്ക് കയ്യിൽ കൊടുക്കുന്ന തുണി നല്ല നീളം വേണം, അങ്ങനത്തെ മാത്രമേ ഉള്ളൂ വീശി കളിക്കുകയുള്ളൂ. അല്ലാത്തുണ്ടെങ്കിൽ താഴെ തന്നെ ഇടും. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം, ഞാൻ വരുന്നുണ്ട്, വന്നിട്ട് കുളിച്ചിട്ട് വേണം പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുമായിരിക്കും. അപ്പോൾ വാപ്പിനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അച്ഛാന്ന് രാവിലെ ഉറങ്ങി എണീച്ചപ്പോൾ തുടങ്ങി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉറങ്ങി എണീക്കണതിന് മുന്നേ പോവുകയും ചെയ്യും, ഉറക്കം വരുന്ന സമയത്ത് അച്ഛൻ വരുള്ളൂ. അപ്പോൾ കാണാനൊന്നും പറ്റുന്നില്ലല്ലോ, അതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ പാപ്പിക്കുണ്ട്. എന്നാലും കാര്യമില്ല, പെട്ടെന്ന് അടുത്ത് തന്നെയല്ലേ. അപ്പോൾ വേഗം വന്ന് കണ്ടിട്ടൊക്കെ പോകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷം. എന്തടാ പാപ്പി,
പാപ്പി അവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് ഗ്ലാസ്സൊക്കെ ഏറി കഴിഞ്ഞു. ഗ്ലാസ്സിലല്ല, കപ്പിലെ വെള്ളം കൊടുത്തത്. അതാണ് അത്രയും വലിയ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേ കേട്ടോ. അപ്പോൾ ഭയങ്കര വീശിക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കളി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാനിങ്ങനെ താഴെ ഇരുത്ത് കഴുത്ത് അധികം താഴ്ത്തി വയ്ക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുത്തിയപ്പോൾ ആൾക്ക് ഭയങ്കര വാശിയായി, ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കളിക്കാനുള്ള കളിപ്പാട്ടമൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഒരു 1-1.5 മണിക്കൂറോളം ഇങ്ങനെ അടുത്തൊക്കെ ഇരുത്തി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ രോഷി വരും, രോഷി വരുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നാലും പുറത്തത്തെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പാപ്പി പിന്നെ കരയെ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അച്ഛൻ വന്നു, പാപ്പിനെ ഭയങ്കര ഇതായി. അപ്പോൾ അച്ഛൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പാപ്പിക്ക് വല്ലാത്ത സങ്കടമായി. വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വിളിച്ച് കേൾക്കുകയാണ്. നിങ്ങൾ വന്നോ, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് വിളിച്ച് കേൾക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്ന് പറഞ്ഞപ്പോൾ 10 മിനിറ്റ് പാപ്പിൻ്റെ കൂടെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് പാപ്പിനെ എടുത്ത് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു തിരക്ക് പിടിച്ച ജീവിതമായി. വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചതാണ് നല്ലൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നല്ലതിനായിരിക്കുന്നു നമ്മളും ചിന്തിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുമല്ലോ. കുറേ ചേച്ചിമാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണത്. കുറച്ച് നല്ല നല്ല ചേച്ചിമാരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായം കാരണം മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ദൈവത്തോട് ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ രോഷി സ്കൂൾ വിട്ട് വന്നിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തിയും മുരിങ്ങക്കറിയും ചോറും കൂടി കഴിക്കണം. അപ്പോൾ പാപ്പി കഴിച്ചതാണ്. അപ്പോൾ രോഷി പാപ്പിക്ക് ചോറ് കൊടുത്തു. അങ്ങനെ ആര് നമ്മളെ വീട്ടിൽ ചോറെടുത്ത് കഴിക്കുകയാണെങ്കിലും പാപ്പി എവിടെ ഇരിക്കണം അവിടെ വന്ന് ഇരിക്കുകയുള്ളൂ. അതായത് ചോറിനാൻ വേണ്ടിയിട്ട് ഇന്ന അവിടെ തന്നെ ഇരുന്ന് ഉണ്ണണം അങ്ങനെ ഒരു ശീലമില്ല കേട്ടോ. അത് ചെറുപ്പം മുതലേ ഉള്ളൊരു ഇതാണ്. അത് ഇപ്പോഴും അങ്ങനെ ശീലമായി വരുന്നു. അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, രോഷിയാണെങ്കിലും ശരി, പാപ്പി എവിടെ ഇരിക്കണോ അവിടെ വന്നിരിക്കും. അതാണ് എപ്പോഴും ഉള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ പോയി ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാപ്പി അച്ഛനെ വിളിക്കുകയാണ്. ചായ വെച്ച് പാപ്പിക്ക് ചായയൊക്കെ കൊടുത്ത് രോഷിൻ്റെ കയ്യിലാക്കിയിട്ട് ശരി പുറമൊക്കെ ഒന്ന് അടിച്ചു വിടാം എന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ രോഷി വന്നാൽ ഞാൻ വേഗം പോയി കുളിച്ചു. ആദ്യം കുളിക്കും എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ ഇങ്ങനെ ഈ ചൂട്ടത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കുളിക്കാതിരിക്കാൻ വെള്ളം വിട്ടിട്ട് പോകാൻ പേടി കാരണമേ വിട്ടിട്ട് പോവില്ല. അപ്പോൾ ശരി രോഷി വന്നത് ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റം അടിച്ചു വിടട്ടെ എന്ന് വെച്ചിട്ട് വേഗം അടിച്ചു വിടുകയാണ് കേട്ടോ. അവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തിയും വെടുപ്പൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം അടിക്കാൻ പറ്റാതെ അത് പിന്നെയും ഇങ്ങനെ ചപ്പ് കൂടും. അച്ഛനെ രാവിലെ കാണാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പാപ്പി അച്ഛനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. ആ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ അതങ്ങനെ ഇവിടെ അങ്ങനെ മാങ്ങ മരമല്ലേ, അതുകൊണ്ട് നല്ലോണം ചപ്പ് ഇങ്ങനെ വീഴും. അത് അങ്ങനെ അടിച്ചൊക്കെ കഴിഞ്ഞ് പാപ്പിനെയും കൊണ്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പേന് ഈരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് തല വൃത്തിയാക്കട്ടെ പറഞ്ഞിട്ട്. വെയിൽ താഴുന്ന സമയത്താണ് നമ്മളിങ്ങനെ റോട്ടിൽ കൂടിയും അപ്പുറത്തും ഒക്കെ ഇങ്ങനെ പോണത്. അപ്പോഴേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വെയിലത്ത് ഞാൻ എടുത്ത് നടന്ന് എന്തായാലും ഞാൻ വീഴാൻ പോകും. അതുകൊണ്ട് വെയിൽ താഴുന്നവരെ ഈ ഉള്ളിൽ റൂമിൽ തന്നെ 2 പേര് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടി കൂട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നമുക്കും സമയം പോവാതില്ല. പാപ്പിൻ്റെ അടുത്തിരുന്നാൽ പിന്നെ സമയം പോകണ വഴി അറിയില്ല. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ പോയി കുറച്ച് ഓട്സൊക്കെ എടുത്ത് പാലിൽ നന്നായിട്ട് എന്താ പറയുക വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പായസത്തിന് വേണ്ടിയിട്ട്. പായസം പാപ്പിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ഏലക്കായൊക്കെ പൊടിച്ച് അതിലിട്ടിട്ടുണ്ടായിരുന്നു. നന്നായി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ട് അതിൽ കാണാത്ത. അപ്പോൾ പാപ്പിക്കും രോഷിക്കും ഒക്കെ ഓരോ ഗ്ലാസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ രോഷി ഇതാ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം പഠിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ശരി എന്നാ നീ കഴിച്ചോ എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തു. നമ്മുടെ പാപ്പിൻ്റെത് ഇതാ ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. അവൾക്ക് അധികം ചൂട് പറ്റില്ല, ചൂടില്ലെങ്കിലും പറ്റില്ല, ചൂടുണ്ടെങ്കിലും പറ്റില്ല. അങ്ങനെ ഒരു അളവിനൊരു ചൂട് വേണം. അപ്പോൾ കൊടുക്കാതിരുന്നപ്പോൾ ആൾക്ക് ദേഷ്യം വന്നു. എനിക്ക് മാത്രം തരുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചൂടാറട്ടെ പാപ്പി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആൾ കേൾക്കണില്ല. അങ്ങനെ ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ അതിന് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ആറാൻ വെച്ച്
എൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്, താ എന്ന് പറഞ്ഞിട്ട്. പായസം ആ ഏലക്കായൻ്റെ മണമൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. പായസം നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു 4-5 സ്പൂണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആൾ. പിന്നെ രോഷിയാണ് കഴിക്കാത്തത്. രോഷി അത്യാഗ്രഹം മാത്രമുള്ളൂ, എനിക്ക് വേണം പറയും. പക്ഷേ അധികം ഒന്നും കഴിക്കില്ല. 2-3 വായി കഴിച്ചിട്ട് എനിക്ക് മതി പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോവും. അതാണ് രോഷിൻ്റെ. പാപ്പി പിന്നെ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾക്ക് ആവശ്യത്തിനുള്ളത് കഴിക്കും. പിന്നെ അവൾക്ക് എന്ത് കൊടുത്താലും വേണ്ട. അതാണ് പാപ്പിൻ്റെ സ്വഭാവം. അപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 8-8:30 വരെ ഇങ്ങനെ കളിച്ചും പഠിച്ചും ചിരിച്ചും അങ്ങനെ ഇരുന്ന് രോഷി പഠിച്ച് ഞാനും പാപ്പിനെയും കൂടി കളിപ്പിച്ചൊക്കെ ഇരുന്ന് 8-8:30 ആയപ്പോൾ പാപ്പിക്ക് വീണ്ടും കുറച്ച് ചോറെടുത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് കൊടുക്കണം. എന്തായാലും അച്ഛൻ വരാൻ സമയമാകും. അപ്പോൾ ചോറ് കൊടുത്താൽ അവൾ ചിലപ്പോൾ ഉറങ്ങിയാലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ വേഗം ചോറൊക്കെ കൊടുത്ത് ഇതാ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിയായപ്പോൾ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. നിങ്ങളെന്താ ഇവിടെ കിടക്കണമെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നമ്മൾ ഓരോ ഷെഡിലിരിക്കുമ്പോൾ ഒരു റൂമാണല്ലോ, അപ്പോൾ അതിലങ്ങനെ കിടന്ന് ശീലമായി. അപ്പോൾ ഈ ലൈറ്റ് വെളിച്ചത്തിൽ ഇങ്ങനെ കിടന്ന് ശീലമായ പാപ്പിക്ക് പിന്നെ റൂമിലൊക്കെ പോയി കിടക്കാൻ ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഹാളിൽ തന്നെ കിടക്കണത് കേട്ടോ. രോഷിനെ കട്ടിലിൽ നിന്ന് പുറത്താക്കി പാപ്പി. അങ്ങനെ പാപ്പി ഞാനിവിടെ കിടക്കും, അച്ഛൻ അപ്പുറത്തെ റൂമിൽ കിടക്കും, രോഷി ഇവിടുത്തെ സോഫയിൽ കിടക്കും. പാപ്പി ഉറങ്ങാൻ കിടക്കുന്ന സീനാണ് ഇത്. ഉറക്കം വന്നാൽ വായിലൊരു വിരലിട്ടിട്ട് നമ്മളെ ചേർന്ന് വന്ന് കിടക്കും. അപ്പോൾ എന്നിട്ടും ആൾ ഉറങ്ങിയില്ല. 12 മണിയൊക്കെ ആയിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അച്ഛനൊക്കെ വന്ന ശേഷമാണ് ഉറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് നമുക്ക് ഏറ്റവും നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അത് അച്ഛനൊക്കെ വന്നു. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ.